വെൽക്കം ബാക്ക് ടു പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ പറയാൻ പോകുന്നത് റിലേനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. റിലേ എന്ന് പറയുമ്പം ഓട്ടോമൊബൈൽ ഫീൽഡിൻ്റെ കാതലായിട്ടുള്ളൊരു സംഭവമാണ് റിലേ ഫ്യൂസ് എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ബേസിക് റിലേനെ ശരിക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയി കാണാം. വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരും അതേപോലെ മെക്കാനിക്കും ടെക്നീഷ്യൻസും എല്ലാവരും ഈ ഒരു റിലേനെ പറ്റി അറിഞ്ഞിരിക്കണം. റിലേ എത്രമാത്രം പ്രാധാന്യമുള്ള സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഫോർഡിൽ 1-2 ടൈപ്പ് റിലേ വരുന്നുണ്ട്. അതിലൊരു റിലേൻ്റെ പേരാണ് DIN റിലേ. മറ്റേ റിലേൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതേപോലെ യു കെ വാഹനങ്ങളിൽ ഓപ്പൺ റിലേ, അതേപോലെ ക്ലോസ്ഡ് റിലേ എന്നൊക്കെയാണ് അവർ പറയുന്നത്, 5 പിൻ റിലേ. അതേപോലെ ജർമ്മനിയിലേക്ക് വരുമ്പോൾ അവർ വേറൊരു പേരൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ റിലേക്ക്. 2-3 ടൈപ്പ് കൺഫിഗറേഷനിൽ വരുന്ന റിലേകളാണ് വരുന്നത് നോർമലി വാഹനങ്ങളിൽ. അപ്പോൾ ഇവിടെ ഒരു ബേസിക് റിലേനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബേസിക് റിലേക്ക് 4 പിന്നാണ് വരുന്നത്. ഒട്ടുമിക്ക കാറുകളിലും 4 പിന്നും 5 പിന്നും ഉള്ള റിലേകളാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ റിലേ എന്ന് പറയുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റിലേ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറിയ കറണ്ട് വഴി വലിയ കറണ്ടിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ബേസിക് തത്വമാണ് അവിടെ വർക്കൗട്ട് ആവുന്നത്. അതെങ്ങനെയാ വെച്ചാൽ ഈ ഒരു റിലേൻ്റെ അകത്ത് ചെറിയൊരു സോളിനോയിഡ് മെക്കാനിസം ഉണ്ട്. ഈ ഒരു റിലേൻ്റെ അകത്ത് ചെറിയൊരു സോളിനോയിഡ് മെക്കാനിസം ഉണ്ട്. ഈ ഒരു സോളിനോയിഡ് മെക്കാനിസത്തിന് ചെറിയൊരു കറണ്ട് കൊടുത്തിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത് വഴി അതിൻ്റെ കോണ്ടാക്ട് പോയിൻ്റ് വഴി ഹൈ കറണ്ടിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ഉണ്ട്. ട്രാൻസിസ്റ്ററിന് 3 പിന്നുള്ളത്. അപ്പോൾ അതിൽ ബേസിൽ നമ്മൾ ചെറിയൊരു പൾസ് കൊടുക്കുമ്പോൾ അതിൻ്റെ എമിറ്ററും കളക്ടറും വഴി നമുക്ക് ലേശം കൂടുതൽ വോൾട്ടേജിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഐഫോണിലൊക്കെ ലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു സംഭവമാണ് ഈ റിലേ എന്ന് പറയുന്നത്. റിലേ വാഹനങ്ങളിലേക്ക് വരുമ്പോൾ റിലേക്ക് ലേശം വലുപ്പം കൂടുന്നുണ്ട്. അതേപോലെ ചെറിയ റിലേയും കണ്ടുവരുന്നുണ്ട്. അതേപോലെ റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത റിലേയും വരുന്നുണ്ട്. ചില റിലേ ഇൻബിൽഡ് വരുന്നുണ്ട് BCMൻ്റെ അകത്ത്. അത് ഹോണ്ടൻ്റെ അക്കോർഡ്, അതേപോലെ ഫോർഡിൻ്റെ ഫ്യൂഷൻ, ഇത്തരം വാഹനങ്ങളിലൊക്കെ ഈ ഒരു BCMൻ്റെ അകത്താണ് ഈ റിലേ വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ റിലേ, അതേപോലെ പല ടൈപ്പ് റിലേ ഈ ഒരു ബോക്സിനകത്താണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ബോക്സ് ഒന്നായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ വേറെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വാഹനത്തിൽ എൻജിൻ റൂമിൽ നമ്മൾ ഹോൺ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ബമ്പറിൻ്റെ അവിടെ നമ്മൾ ഹോൺ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഹോണിന് ലേശം കറണ്ട് കൂടുതൽ കൺസെപ്റ്റ് ചെയ്യും ഈ ഹോണ്. അപ്പോൾ ഹോണിൻ്റെ വയറ്, കട്ടി കൂടിയ വയറ് നമ്മൾ ഈ ഒരു ഡ്രൈവറെ കമ്പാർട്ട്മെൻറ്റ് വരെ ഈ ഒരു കട്ടി കൂടിയ വയർ കൊണ്ടുവന്നിട്ട് അവിടെ നമ്മളൊരു സ്വിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്വിച്ചിൻ്റെ അകത്ത് ആർക്കിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ കറണ്ട് കൂടുതലായതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീപ്പൊരി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് സ്വിച്ചിൻ്റെ അകത്ത്. അതേപോലെ തന്നെ ഈ വയറിൻ്റെ നീളം കൂടുതലായതിനെ കൊണ്ട് കുറേ കറണ്ട് ഈ ഒരു വയർ കൺസ്യൂം ചെയ്യും. അങ്ങനെ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരം പ്രോബ്ലംസൊക്കെ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിലേ കണ്ടുപിടിച്ചത്. റിലേ നമുക്ക് ഈ ഒരു ഹോണിൻ്റെ അടുത്ത് തന്നെ നമുക്ക് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈ എൻജിൻ റൂമോ അല്ലെങ്കിൽ ബാറ്ററിൻ്റെ സൈഡിൽ എവിടെയെങ്കിലൊക്കെ നമുക്ക് റിലേ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് കട്ടി കുറഞ്ഞ വയറാണ് ഈ ഒരു ഡ്രൈവറെ ക്യാബിൻ്റെ അകത്തേക്ക് വരിക. അപ്പോൾ അതുവഴി നമുക്ക് ചെറിയ കറണ്ടുള്ള ഡയമീറ്റർ കുറഞ്ഞ വയർ മതി ഈ ഒരു ഡ്രൈവറെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക്. അതുവഴി നമുക്ക് അവിടെ ചെറിയൊരു സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതുവഴി നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് സേവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ആർക്കിങ് കുറയ്ക്കാൻ സാധിക്കും. ഈ റിലേക്ക് ലൈഫ് കൂടുതലാണ്. ഇപ്പോൾ റിലേൻ്റെ അകത്ത് പ്രത്യേകതര കോണ്ടാക്ട് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ ആർക്കിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഡയോഡും കപ്പാസിറ്ററൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ലൈഫ് കൂട്ടാൻ സാധിക്കും. ഈ സ്വിച്ചിൻ്റെയും ഈ സിസ്റ്റത്തിൻ്റെയൊക്കെ നമുക്ക് എന്താ പറയുക, ആർക്കിങ്ങെന്നും ഫയറിങ്ങെന്നൊക്കെ നമുക്ക് തീ പിടിക്കുന്നതൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. ഈ റിലേ ഇല്ലാതെ ഹോൺ ഫിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വയർ ഉരുകി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്രാഫിക്സ് വീഡിയോ വഴി ഞാൻ ഈ ഒരു റിലേ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിലേ കൺസ്യൂം ചെയ്യുന്ന റിലേയിലേക്ക് വരുന്ന വയർ കൺസ്യൂം ചെയ്യുന്ന വോൾട്ടേജും അതേപോലെ വോൾട്ടേജ് ആംസാണ് ഇതിൽ പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ റിലേൻ്റെ സ്വിച്ചിലേക്ക് വരുന്ന വയറിലും അതേപോലെ ഹോണിലേക്ക് വരുന്ന വയറിലൊക്കെ വോൾട്ടേജ് സെയിം ആയിരിക്കും, 12 വോൾട്ട് ആയിരിക്കും. അതിൻ്റെ കറണ്ടിന് വ്യത്യാസം വരിക. അപ്പോൾ ക്ലാമീറ്റർ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. റിലേ എങ്ങനെ ചെക്ക് ചെയ്യണം, അതേപോലെ റിലേൻ്റെ സർക്യൂട്ട്, ഇത്തരം സംഭവങ്ങളൊക്കെ എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ 10-15-20 വർഷത്തോളം ഞാൻ റിലേ ചെക്ക് ചെയ്യുന്ന പരിപാടിയും അതേപോലെ ഹോൺ ഫിറ്റ് ചെയ്യുക, അതേപോലെ അക്സസറീസ് ഫിറ്റ് ചെയ്യുക, അത്തരം സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ചില ബൈക്കുകളിലൊക്കെ ഈ 3 പിന്നുള്ള ഒരു റിലേയും കണ്ടുവരുന്നുണ്ട്. അത് ശരിക്കും ഒരു ലോക്കലായിട്ടുള്ള റിലേ പോലെ കണ്ട ഫീലാവും. ഒരു മെറ്റലിൻ്റെ കേസുള്ള 3 പിന്നുള്ള റിലേ വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ബാറ്ററി പോസിറ്റീവ്, ഒന്ന് ഹോണ്, ഒന്ന് സ്വിച്ച് എന്നുള്ള അതിനെ മേലെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ചില ഈ ബൈക്കിനെ കാണാം അത്തരം റിലേ. അത് ചെയ്യാൻ പോകുന്ന റിലേ 4 പിൻ റിലേയാണ്. അപ്പോൾ ആ റിലേൻ്റെ മേലെ അതിൻ്റെ നമ്പറിങ് ഉണ്ടാവും. ആ നമ്പറിങ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്ന്. അതേപോലെ വേറൊരു ടൈപ്പ് നമ്പറിങ് ഉള്ള റിലേയും വരുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്.
ഈ പവർ സപ്ലൈ വരുന്നത് ഫ്യൂസ് വഴി റിലേയിലേക്ക് കേട്ടോ. അപ്പോൾ റിലേ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഹോണിൻ്റെ സർക്യൂട്ട്, റേഡിയേറ്ററിൻ്റെ ഫാനിൻ്റെ സർക്യൂട്ട്, അതേപോലെ തന്നെ AC-ൻ്റെ സർക്യൂട്ട്, ഹെഡ്ലൈറ്റിൻ്റെ സർക്യൂട്ട്, ഇൻഡിക്കേറ്ററിൻ്റെ സർക്യൂട്ട്, ഇങ്ങനെ ഒരുപാട് സർക്യൂട്ടിൽ റിലേ വരുന്നുണ്ട്. അപ്പോൾ റിലേ അതുകൂടാതെ ECM കൺട്രോൾ ചെയ്യുന്ന റിലേയും വരുന്നുണ്ട്. ECM റേഡിയേറ്ററിൻ്റെ ഫാനിൻ്റെ റിലേക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്യൂൽ പമ്പിൻ്റെ റിലേക്ക് ECM ആണ് കൺട്രോൾ. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് റിലേ. നമുക്ക് 2 ടൈപ്പായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഒന്ന് ആ റിലേൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. റെസിസ്റ്റൻസ് 80 ഓംസൊക്കെ വരുന്നത് ആ റിലേൻ്റെ കോയിലിൻ്റെ സർക്യൂട്ട്. പിന്നെ വരുന്ന സർക്യൂട്ട് അതിൻ്റെ കോണ്ടാക്റ്റ് പോയിൻറ്റിൻ്റെ സർക്യൂട്ടാണ്. അതിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അത് നമ്മൾ ഈ ഒരു റിലേയിലേക്ക് 12 വോൾട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്വിച്ച് എൻഗേജ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് ശരിക്കും ചില റിലേ ചൂടാകുന്ന സമയത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ചില റിലേ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റ് പോയിൻ്റ് ശരിക്കും ക്ലോസ് ആവാത്ത, ടച്ച് ആവാത്ത പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റിലേ നമ്മൾ ഫസ്റ്റ് എന്തെങ്കിലും ഒരു കൺസേണൊക്കെ വരുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യാത്ത പ്രോബ്ലംസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ റിലേ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ചില റിലേ ചൂടായി കഴിയുമ്പോൾ വർക്കാവാതെ വരുന്നുണ്ട് ചില വാഹനങ്ങളിൽ. ഫ്യൂവൽ പമ്പിൻ്റെ റിലേയും ഹെഡ്ലൈറ്റിൻ്റെ റിലേയൊക്കെ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. കുറേ ഓടിക്കഴിഞ്ഞാൽ ഈ ഫ്യൂവൽ പമ്പ് കട്ടായി പോവുക, അതേപോലെ ഹെഡ്ലൈറ്റ് ഓഫായി പോവുക. ഇത് റിലേനെ കൊണ്ട് വരുന്നുണ്ട് ഇത്തരം പ്രോബ്ലംസ്. റിലേ ശരിക്കും കറണ്ടിനാട്ടോ കൺട്രോൾ ചെയ്യുന്നത്. റിലേൻ്റെ സ്വിച്ചിൻ്റെ സർക്യൂട്ടിലും 12 വോൾട്ട് വരിക, അതേപോലെ ആ ഒരു ഹൈ സൈഡിലും 12 വോൾട്ട് തന്നെ വരിക. പക്ഷേ ഹൈ സൈഡിൽ കറണ്ടിന് കൂടുതലായിരിക്കും, ഹൈ സൈഡിലേക്ക് വരുമ്പോൾ കറണ്ട് കൂടുതലായിരിക്കും. അത് കൺഫേം ചെയ്യണമെങ്കിൽ ശരിക്കും ക്ലാം മീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും ആ ഒരു കറണ്ട് എത്രത്തോളം കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന സർക്യൂട്ടിൽ കറണ്ട് വളരെ കൂടുതലാണ്. ഒരു ബൾബിൻ്റെ ചെറിയ സർക്യൂട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സർക്യൂട്ടിൽ ബൾബ് കൂടുതൽ കറണ്ട്. 20 വർഷത്തോളം ഞാൻ ഈ ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് ടൈപ്പ് റിലേയും ഒരുപാട് വാഹനങ്ങളിൽ റിലേൻ്റെ ലൊക്കേഷൻ അതേപോലെ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ BMW, ബെൻസിനൊക്കെ പല സ്ഥലത്തും റിലേ വരുന്നുണ്ട്. അതേപോലെ ഡിക്കിയിലും എൻജിൻ റൂമിലും ഡ്രൈവറെ സീറ്റിൻ്റെ അടിയിലും അവിടെയും ഇവിടെയൊക്കെ റിലേ വരുന്നുണ്ട്. കാരണം അതിലൊക്കെ ഒരുപാട് സംഭവങ്ങളും ഡിവൈസുകളും മെക്കാനിസങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് റിലേ വളരെ കൂടുതലായിട്ട് വേണം. ചില റിലേ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് സ്കാൻ ടൂളിൽ സ്കാൻ ചെയ്താൽ മനസ്സിലാവും ആ റിലേ വർക്ക് ചെയ്യുന്നില്ല, ആ സർക്യൂട്ടിൽ പവർ ഇല്ല എന്നുള്ള മെസ്സേജൊക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ കാണുന്ന ഒരു വയറിംഗ് ഡയഗ്രം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റിലേൻ്റെ സർക്യൂട്ടാണ് കാണിക്കുന്നത്. റിലേൻ്റെ 86, 85, 30, അതുപോലെ 87 പിൻ നമ്പറൊക്കെ അവിടെ കാണാം. ഇതാണ് റിലേൻ്റെ 4 പോയിൻ്റ് കേട്ടോ ഇവിടെ കാണുന്നത്. 87-ഉം 30 ആണ് ഈ ബൾബിലേക്ക് വരുന്ന സർക്യൂട്ട്. അപ്പോൾ അതിൽ ഹൈ കറണ്ടേക്ക് വരിക ആ ഒരു സർക്യൂട്ടിൽ. അപ്പോൾ അതിന് ആ ഒരു സർക്യൂട്ടിന് സ്വിച്ച് ആയിട്ട് ബന്ധമില്ല. ഇവിടെ ബാറ്ററി അതുപോലെ സ്വിച്ചൊക്കെ കാണാം. ഇപ്പോൾ ബാറ്ററീൻ്റെ പോസിറ്റീവ് നേർക്ക് 86-ലും 30-ലും ഉണ്ട് ബാറ്ററി പോസിറ്റീവ്. ഇവിടെ കാണാം ബാറ്ററീൻ്റെ സർക്യൂട്ടാണ്. ബാറ്ററീൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കാണാം. അതുപോലെ സ്വിച്ച് ഇവിടെ കാണാം. ആ റിലേൻ്റെ 85-ലേക്ക് വരുന്ന സർക്യൂട്ട് ഗ്രൗണ്ട് സൈഡിലാണ് ഈ ഒരു സ്വിച്ച് ഉള്ളത്. അപ്പോൾ റിലേയിൽ ഫുൾ ടൈം പോസിറ്റീവ് 2 പോയിൻറ്റിലും പോസിറ്റീവ് ഉണ്ടാവും. റിലേൻ്റെ 86-ലും 30-ലും. അതുപോലെ 85-ലാണ് ഈ ഒരു സ്വിച്ച് വരുന്നത്. ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ആ സമയത്ത് ആ റിലേൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് കോയിൽ മാഗ്നറ്റായി പ്രവർത്തിക്കും. എന്നിട്ട് മുമ്പിലുള്ള കോണ്ടാക്റ്റ് പോയിൻറ്റിനെ ക്ലോസ് ചെയ്യുക. ആ സമയത്ത് 30-ന്ന് 87-ലേക്ക് ഹൈ കറണ്ട് ജമ്പാവും. എന്നിട്ട് ആ ലൈറ്റ് വർക്കാവും. അങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് വയറിംഗ് ഡയഗ്രത്തിൽ ഉള്ള ഫിഗർ അവിടെ കാണുന്നത്. ഇവിടെയുള്ള ഈ ഒരു സംഭവം റിലേൻ്റെ പിൻ നമ്പർ കേട്ടോ. അപ്പോൾ ഇതിൽ 30-ഉം 87-ഉം ഉണ്ട്. ഇത് റിലേൻ്റെ ഹൈ സൈഡ് കേട്ടോ. 30-ഉം 87-ആണ് ഈ ഒരു ബൾബിൻ്റെ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതേപോലെ ഹോണിൻ്റെ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ഹൈ കറണ്ട് സൈഡാണ് 30-ഉം 87-ഉം. അതേപോലെ 85-ഉം 86-ഉം ലോ സൈഡാണ്. ഈ സർക്യൂട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൾബിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഹോണോ അല്ലെങ്കിൽ ഫാനോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ ഒരു 30-ഉം 87-ഉം കാണാം. ഈ ഒരു 30-ഉം 87-ഉം വഴിയാണ് ബാറ്ററി പോസിറ്റീവ് ഈ ഒരു ബൾബിലേക്ക് എത്തുന്നത്. അതിൽ തന്നെ നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ട് ഒരു 85-ലേക്കും ഒരു പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. 86-ലേക്ക് ഒരു പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 85 വഴി ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 86-ഉം 85-ആണ് അതിൻ്റെ അകത്ത് ഒരു ചെറിയ കോയിൽ വരുന്നുണ്ട് റിലേൻ്റെ അകത്ത്. സ്വിച്ചിങ് സൈഡാണ് 86-ഉം 85-ഉം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഉണ്ട് 86-ൽ. അത് ചെറിയ വയർ കൊടുത്താലും മതി ആ ഒരു റിലേയിലേക്ക്. ഇത് വേറൊരു ഫിഗറിന് വേണ്ടി കാണിച്ചതാണ്. അതേപോലെ 85 വഴി ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ ECM കണക്ട് ചെയ്യുക, മാനുവലി സ്വിച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡിസൈനിങ്. അതുപോലെ ഇവിടെ ഗ്രൗണ്ട് കാണാം. ഗ്രൗണ്ട് നമുക്ക് ബോഡിയിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്യുക ഈ ഒരു സ്വിച്ചിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ഡ്രൈവറെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഒറ്റ വയർ വന്നാൽ മതി. ആ വയർ ഒരു ഗ്രൗണ്ട് വയർ മാത്രം വന്നാൽ മതി ശരിക്കും. അപ്പോൾ ഒരു വയർ നമുക്ക് സേവായി, അത്രയും കറണ്ട് നമുക്ക് സേവാവും.
ഈ ഒരു ചെറിയൊരു വയർ ഈ ഒരു ഡ്രൈവറെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു സ്വിച്ച് ഫിറ്റ് ചെയ്താൽ മതി, ഒരു ഗ്രൗണ്ടും. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഈ ഒരു ബൾബ് എത്തും, അതേപോലെ ബൾബിൻ്റെ ഒരു ഗ്രൗണ്ടും കാണാം. ഈ ഒരു ഗ്രൗണ്ട് ഇപ്പോൾ ബൾബ് കൂടെ വർക്ക് ചെയ്യുന്നതാണ് സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത്. അതുപോലെ ഹോണാണെങ്കിൽ ഹോൺ വർക്ക് ചെയ്യും. ഇതാണ് കേട്ടോ റിലേൻ്റെ സെക്ഷൻ ചെയ്ത ആ ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ കോയിലാട്ടോ. ഇവിടെ ഒരു കോയിലാണ്. ഈ കോയിലിൻ്റെ സർക്യൂട്ടിലാണ് നമ്മളെ സ്വിച്ച് വരിക, 86ഉം 85ഉം. അതേപോലെ ഇവിടെ ഒരു കോണ്ടാക്റ്റ് പോയിൻറ്റും കാണാം. കോണ്ടാക്റ്റ് പോയിൻറ്റിൻ്റെ ഭാഗത്ത് 30, 37 വരുന്നത്. അപ്പോൾ ഹൈ കറണ്ട് ഈ ഒരു കോണ്ടാക്റ്റ് പോയിൻറ്റ് വഴിയാണ് നമ്മളെ ഹോണിലേക്കോ അതുപോലെ ബൾബിലേക്കൊക്കെ പോവുക. 30 വഴി 87 വഴി ഇറങ്ങിപ്പോവും. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ആർക്കിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ആർക്കിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഡയോഡും അതുപോലെ ചിലയിൽ റെസിസ്റ്റൻസും കപ്പാസിറ്ററൊക്കെ വരുന്നുണ്ട്. ചില റിലേയിൽ ഓരോ ഡിസൈനിങ്ങിലാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ നല്ല പോയിൻ്റ് ഉള്ളത് ആർക്കിങ് വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള കോണ്ടാക്റ്റ് പോയിൻ്റൊക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ അത് കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോണ്ടാക്റ്റ് പോകും. ഓണിൻ്റെ റിലേക്ക് പെട്ടെന്ന് സംഭവം കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ റിലേ പോയി കഴിഞ്ഞാൽ റിലേ മാറ്റി കഴിഞ്ഞാൽ ഹോണ് പിന്നെ വർക്ക് ചെയ്യും. റിലേ സാധാരണ നമുക്ക് റിപ്പയറൊന്നും ചെയ്യാൻ സാധിക്കില്ല, റിലേ റീപ്ലേസ് ചെയ്യുക. അത്ര എക്സ്പെൻസീവ് ഒന്നല്ല റിലേ മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പല ടൈപ്പിലുള്ള റിലേ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഈ ഒരു റിലേൻ്റെ 30ഉം 87 നമ്മൾ ജമ്പ് ചെയ്യിക്കുകയാണെങ്കിൽ ഈ ഒരു ഹോണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ബൾബ് വർക്കായിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഈ റിലേൻ്റെ കോണ്ടാക്റ്റ് പോയിൻറ്റിന് ആവശ്യം വരുന്നില്ല. നമ്മൾ 30, 87 ഒരു ചെറിയൊരു വയർ ഉപയോഗിച്ച് ജമ്പ് ചെയ്യിക്കുകയാണെങ്കിൽ ആ ഒരു കറണ്ട് ആ ഒരു ജമ്പർ കേബിൾ വഴി പാസ് ചെയ്തിട്ട് ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാർ ഈ ഒരു റിലേൻ്റെ സർക്യൂട്ട് ചെക്ക് ചെയ്യാനോ അതേപോലെ റിലേ അയച്ചു നോക്കാനോ ഒന്നും പാടില്ല കേട്ടോ. ടെക്നിക്കലി ക്വാളിഫൈഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ മാത്രമേ ഇത്തരം സംഭവങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനൊക്കെ പാടുള്ളൂ. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു കറണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ചെക്ക് ചെയ്യുക സർക്യൂട്ടിൽ. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കേണ്ട ആവശ്യമില്ല, ഈ സ്വിച്ച് ഓഫിലുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ അമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൾട്ടിമീറ്ററിൽ ആംബിയറിലുള്ളത്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് 0.1 ആംസ് ആണ് ഈ ഒരു സ്വിച്ചിൻ്റെ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു കറണ്ടാണ് ഈ ഒരു വയർ വഴി സ്വിച്ച് വഴി പാസ്സാവുന്ന കറണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു റിലേ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ റിലേ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ലൈറ്റും കത്തുന്നുണ്ട്. അപ്പം ഇവിടെ നേരിട്ട് കാണാം. അപ്പോൾ 0.1 ആംബിയർ മാത്രം മതി ഈ ഒരു റിലേനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ. റിലേൻ്റെ സർക്യൂട്ട് അത്രയും ചെറിയൊരു സർക്യൂട്ടാണ്. പക്ഷേ ഇവിടെ കത്തുന്ന ബൾബ് ലേശം ആംബിയർ കൂടിയിട്ടുള്ള ബൾബാണ്. അപ്പോൾ ബൾബിൻ്റെ സ്ഥാനത്ത് ഒരു ഹോണായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി മറ്റേ ഈ ഒരു ബൾബിൻ്റെ സർക്യൂട്ടിൽ എത്ര ആംസ് കറണ്ട് പോകുന്നുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അവിടെ റിലേ ഈ സൈഡിലും റിലേ ഓൺ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ, റിലേ ഓഫിലുള്ളത്. അപ്പോൾ നമ്മളിത് സീരിയസ് ആയി കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ അമീറ്റർ വഴി ഈ ഒരു കറണ്ട് പാസ്സായിട്ട് ബൾബ് കത്തും. അപ്പോൾ ഈ ഒരു അമീറ്ററിൽ നമുക്ക് കാണാം ഈ ഒരു ബൾബ് എത്ര ആംസ് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ മീറ്ററിൽ നോക്കിയാൽ മനസ്സിലാവും. 8 ആംബിയർ കറണ്ട് ഈ ഒരു ബൾബ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. സ്വിച്ച് ഇതിന് മുന്നേ ആ ഒരു സ്വിച്ചിൻ്റെ സർക്യൂട്ടിൽ 0.1 ആംസ് മതി. ഈ ബൾബ് കത്താൻ വേണ്ടി 8 ആംബിയർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ലേശം കട്ടി കൂടിയ വയറായിരിക്കണം, ഇല്ലെങ്കിൽ ഈ വയറൊക്കെ ഉരുകി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ബൾബ് ലേശം ആംബിയർ കൂടുതലാണ്. ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക.